ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ വാദം നാളെ തുടരും. പ്രതികളുടെ മാനസിക ശാരീരിക പരിശോധന റിപ്പോർട്ടും ജയിൽ സൂപ്രണ്ടുമാരുടെ റിപ്പോർട്ടും കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി എ.ടി. അശ്വതിയുണ്ട് കൊച്ചിയിൽ നിന്നും. അശ്വതി, എന്തൊക്കെ വാദമുഖങ്ങളാണ് കോടതിയിൽ അരങ്ങേറിയത്? പ്രതിഭാഗത്തിന്റെ വാദം എങ്ങനെയായിരുന്നു? തുളസി, ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇന്ന് വാദം പൂർത്തിയായിട്ടില്ല. നാളെയും വാദം തുടരുമെന്നാണ് അറിയാൻ ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. അതുവരെ ഇപ്പോൾ കോടതി ഹാജരായിരിക്കുന്ന പ്രതികളെല്ലാം തന്നെ എറണാകുളം ജില്ലാ ജയിലിൽ അവരെ പാർപ്പിക്കുന്നതായിരിക്കും. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ വധശിക്ഷ നൽകാതിരിക്കാൻ പ്രതികൾ ഓരോരുത്തരായി കാരണം പറയണം എന്നാണ് കോടതി ഇന്ന് ആവശ്യപ്പെട്ടത്. കേസിൽ പ്രതികളെ കുറ്റക്കാരെന്ന് വിധിച്ച ശേഷം ശിക്ഷ വിധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കോടതി നടപടി ഉണ്ടായത്. പ്രതികളെ ഓരോരുത്തരെയായും ഹൈക്കോടതിയിലെ പ്രതികളുടെ കൂട്ടിലേക്ക് വിളിച്ചായിരുന്നു കോടതി ഇത്തരത്തിൽ ചോദിച്ചത്. വധശിക്ഷയോ അതിനടുത്ത ശിക്ഷയോ നൽകാതിരിക്കാൻ എന്തെങ്കിലും പറയാനുണ്ടോ എന്നും കോടതി ചോദിച്ചു. ഇന്ന് ടി.പി. ചന്ദ്രശേഖരന്റെ ഭാര്യ MLA ആയിട്ടുള്ള KK രമയും വിധി കേൾക്കാനായി കോടതിയിൽ നേരിട്ട് എത്തിയിരുന്നു. ഈ ചോദിച്ച ഘട്ടത്തിൽ താൻ നിരപരാധിയായിരുന്നു എന്നാണ് ഒന്നാം പ്രതിയായിട്ടുള്ള MC അനൂപ് കോടതിയിൽ പറഞ്ഞത്. ശിക്ഷ കൂട്ടരുതെന്നും ഭാര്യയും കുട്ടികളും ഉണ്ടെന്നും പ്രതി വ്യക്തമാക്കി. വധശിക്ഷയ്ക്ക് വിധിക്കരുതെന്നും വീട്ടിൽ മറ്റാരും ഇല്ലെന്നുമാണ് ഇയാൾ കോടതിയിൽ ആവശ്യപ്പെട്ടത്. നിരപരാധിയാണ് താനെന്ന് രണ്ടാം പ്രതി നിർമ്മാണി മനോജും കോടതിയിൽ പറഞ്ഞു. പ്രായമായ അമ്മ മാത്രമാണ് വീട്ടിലുള്ളതെന്നും ശിക്ഷ വർദ്ധിപ്പിക്കരുതെന്നുമാണ് ഇയാൾ ആവശ്യപ്പെട്ടത്. ഒപ്പം തന്നെ ശിക്ഷ ഇളവ് ചെയ്യണമെന്നും പ്രതി കോടതിയിൽ ആവശ്യപ്പെട്ടു. കേസിൽ അടുത്തിടെ ഹൈക്കോടതി കുറ്റക്കാരനാണ് എന്ന് വിധിച്ച 12ാം പ്രതി ജ്യോതിബാബു ഒഴികെയുള്ള മറ്റെല്ലാവരും തന്നെ ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരായിരുന്നു. ജ്യോതിബാബു ഓൺലൈൻ ആയിട്ടാണ് ഇന്ന് കോടതിയിൽ ഹാജരായത്. ഡയാലിസിസ് ഇന്ന് വൈകിട്ട് 3 മണിക്ക് ഉള്ളതിനാൽ കോടതിയിൽ ഹാജരാകാനാകില്ല എന്ന് ഇയാൾ കോടതിയെ അറിയിക്കുകയായിരുന്നു. നടക്കാൻ പോലും പറ്റാത്ത ആരോഗ്യ പ്രശ്നമാണ് തനിക്കെന്നും വീട്ടിൽ ഭാര്യയ്ക്കും മകനും അസുഖമുണ്ടെന്നും അനുജൻ കൊല ചെയ്യപ്പെട്ടതാണ് എന്നും അനുജന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം കൂടി തനിക്കാണ് എന്നും ജ്യോതിബാബു ഇന്ന് കോടതിയിൽ പറയുകയും ചെയ്തു. കേസുമായി യാതൊരു ബന്ധവുമില്ലെന്നായിരുന്നു കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ കൊടിസുനിയുടെ മറുപടി. പ്രായമായ അമ്മ മാത്രമേ ഉള്ളൂ എന്നും ശിക്ഷ വർദ്ധിപ്പിക്കരുതെന്നും തുടങ്ങിയ കാര്യങ്ങളാണ് ഇയാളും കോടതിയിൽ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ടി.പി. കേസിന്റെ ഭാഗമായി തടവിൽ കഴിയുമ്പോൾ പോലീസ് മർദ്ദനത്തെ തുടർന്ന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് TK രജീഷ് കോടതിയിൽ പറഞ്ഞത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പ്രതികൾ കോടതിയിൽ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും കുടുംബത്തിന്റെ കാര്യങ്ങൾ, ഒപ്പം തന്നെ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ശിക്ഷ വർദ്ധിപ്പിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതികൾ കോടതിയിൽ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കേസിൽ ഇന്ന് വാദങ്ങളെല്ലാം പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് നാളെയും വാദം തുടരുന്നതായിരിക്കും. ഇതേ വിഷയത്തിൽ മറ്റ് പ്രതികളോട് കൂടി കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്തായാലും നാളെ ഈ വാദം കേൾക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള പ്രതികളെ എല്ലാവരും തന്നെ ഇന്ന് കാക്കനാട് ജില്ലാ ജയിലിലായിരിക്കും പാർപ്പിക്കുക. അതിനുശേഷം നാളെ ഇവരെ വീണ്ടും ഹൈക്കോടതിയിൽ ഹാജരാക്കും. തുളസി. ശരി അശ്വതി, വ്യക്തമാണ്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് ഇന്ന് വാദമുണ്ടായത്. വാദം നാളെയും തുടരും. പ്രതികളുടെ മാനസിക ശാരീരിക പരിശോധന റിപ്പോർട്ടും അതുപോലെ തന്നെ ജയിൽ സൂപ്രണ്ടുമാരുടെ റിപ്പോർട്ടും കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. ഇളവുകൾ ആവശ്യപ്പെട്ട് പ്രതികൾ പലരും തന്നെ ഉന്നയിച്ചുള്ള ആവശ്യം എന്ന് പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങളും കുടുംബത്തിലെ സ്ഥിതിയും മറ്റും തന്നെയാണ്. വാർത്തയുടെ വിവരമാണ് A.T. അശ്വതി നൽകിയത്.